എന്റെ പ്രിയമുള്ളവരെ വേദനിപ്പിക്കുന്ന സത്യം നിങ്ങളോട് പറയുകയാണ്. മിനിഞ്ഞാന്ന് പ്രഭാഷണം നടന്ന എറണാകുളത്തിന്റെ കളമശ്ശേര് അറിയോ? അവിടെ നിതാ ഇശാഇന്റെ ജമാഅത്തിന് വേണ്ടി പിരിയുമ്പോ ആ മഹലിലെ സമസ്തക്കാരായ ആളുകൾ വന്ന് പറയാട്, ഉസ്താദ് നിങ്ങളുടെ പ്രസംഗത്തിൽ പറഞ്ഞു വന്ന വിഷയമുണ്ടല്ലോ, അള്ളാന്റെ ഹബീബിന്റെ ധിക്കാരം, ഹബീബിനെ ധിക്കരിക്കുന്ന വിഷയം പറഞ്ഞല്ലോ, അവിടെ ഒരു കാര്യം പ്രത്യേകമായി പറയേണ്ടതുണ്ട്. ഈ ഒരു പള്ളിയുടെ ചുറ്റുഭാഗത്തോ ഈ പ്രസംഗം റോഡിൽ നിന്ന് കേൾക്കുന്ന ആളുകളുണ്ട്. അവരിൽ 3 പേര് ഇവിടെ അടുത്തുള്ള വീടുകളിലോ അവരുടെ ഉമ്മമാരെ നോക്കാ കൂലിക്ക് ഏൽപ്പിച്ചിരിക്കയാ. നോക്ക് നിങ്ങൾ, ഇന്നിതാ പെയിൻ ഗസ്റ്റായി കുട്ടികൾ ജീവിക്കുന്ന പോലെ മാതാപിതാക്കളെ കൊണ്ടുപോയി തള്ളുമ്പോ എന്റെ പ്രിയമുള്ളവരെ, ഇത് 1ഉം 2ഉം വർത്തമാനമല്ലല്ലോ. ഗ്രാമങ്ങളിലൂടെ പട്ടണങ്ങളിലൂടെ കൂണുപോലെ മുളച്ചു പൊങ്ങിയ വൃദ്ധസദനങ്ങളിലൂടെ കഴിയുന്നവരാരാ? മക്കളില്ലാത്തവരല്ല, മക്കളുണ്ടായിട്ടും നോക്കാത്ത മാതാപിതാക്കളാണെങ്കിലോ എന്തേ പൊന്നുപോലെ നിന്റെ ഉമ്മാനെ നിനക്ക് വേണ്ട എന്ന് തോന്നിയിട്ടുണ്ടെങ്കിലോ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, ഉമ്മത്തിന്റെ പരാജയത്തെ കുറിച്ച് 1400 സംവത്സരങ്ങൾക്ക് മുമ്പ് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞില്ലേ, ഒരാണിതാവന്റെ പെണ്ണിന്റെ വാക്ക് കേൾക്കുമ്പോ അവന്റെ ഭാര്യയുടെ വാക്ക് കേട്ടുകൊണ്ട് ഉമ്മാനെ അകറ്റുന്ന കാലം വന്നാ അതിനാസ്വദീകോ വാക്സാബാഹോ അവന്റെ കൂട്ടുകാരെ അടുപ്പിച്ചുകൊണ്ട് വാപ്പാനെ അകറ്റുന്ന സാഹചര്യം വന്നു പോയാലോ എന്റെ പ്രിയമുള്ളവരെ, ഉമ്മാനെ നിനക്ക് വേണ്ട എന്ന് തോന്നുന്നുവെങ്കിലോ നിന്റെ സമ്പത്തിന്റെ കീഴിലാ നിന്റെ മാതാവിന്ന് കഴിയുന്നത് എന്ന ചിന്ത നിനക്ക് വരുന്നുവെങ്കിലോ ഒരു കാലം നീ മറന്നുപോയില്ലേ? ഒന്നുമല്ലാതിരുന്ന കാലഘട്ടങ്ങളിലോട് മടക്കി പിടിച്ച കൈകളുമായി കരയാൻ മാത്രം അറിയുന്ന രീതികളിലോട് ഭൂമി ലോകത്തേക്ക് നീ പറന്നു വീഴുമ്പോ, ഒരാടിന്റെ കുഞ്ഞിനുള്ള കഴിവ് പോലും നിനക്കില്ലാതെ വരുമ്പോ, മാതാവിന്റെ അമ്മിഞ്ഞ പാലിനോട് മാറിടത്തോടെ നിന്നെ ചേർത്ത് വെക്കുമ്പോ, ലോകത്തിലെ ഏറ്റവും വലിയ മുഹൂർത്തത്തിന് വേണ്ടി സാക്ഷ്യം വഹിക്കുമ്പോ ആ മാതാവിന്റെ കഷ്ടപ്പാട് മറന്നുപോയോ? അങ്ങ് കഠിനമായ പ്രയാസത്തോടുകൂടെ ഗർഭം ചുമന്നപ്പോ, മരണവേദനയോടുകൂടെ നിന്നെ പ്രസവിക്കുമ്പോ, എന്റെ പൊന്നുമോനെ പകല് മുഴുവനും ജോലി ചെയ്യുമ്പോ, രാത്രി ഇതാ ഒന്ന് വിശ്രമിക്കാൻ വേണ്ടി കടന്നു വരുമ്പോ, വാവിട്ട് നിലവിളിക്കുമ്പോഴും നിന്നെ ശകാരിക്കാതെ നിന്റെ തലയിൽ തലോടി നിന്നെ താരാട്ടുപാടി ഉറക്കുന്ന ഉമ്മാന്റെ ത്യാഗം നീ മറന്നുപോയോ? സൂര്യന്റെ ചുട്ടുപൊള്ളുന്ന താപത്തിന് കീഴെ പണിയെടുത്തു പോയ വാപ്പയില്ല, വൈകുന്നേരമൊന്ന് വിശ്രമിക്കാൻ വരുമ്പോ അലമുറയിട്ട് കരയുന്ന നിന്നെ അങ്ങ് തോളിലിട്ടുകൊണ്ട് ചന്ദ്രന്റെ നിലാവരകൾക്ക് നാട് കൊണ്ടു നടന്ന ഒരു വാപ്പാനെ നീ മറന്നു പോകുന്നുവെങ്കിലോ എന്റെ പൊന്നുമോനെ നീ ഓർക്കുന്നുവോ? ഒരു സൽക്കാരത്തിനിടയ്ക്ക് ഒരു 5 മിനിറ്റ് ഉമ്മാനെ കാണാതിരുന്നാൽ ഉമ്മാ എന്ന് വിളിച്ച് നീ കരഞ്ഞിരുന്ന കാലഘട്ടം നീ മറന്നുപോയില്ലേ? ഒന്ന് കല്ല് തട്ടി താഴെ വീഴുമ്പോഴും വായിലൂടെ അറിയാതെ വരുന്ന വാക്കുമ്മാ എന്നാണെങ്കിൽ എന്റെ പൊന്നുമോനെ, നിന്റെ ഭാര്യയോട് നീ 3 വട്ടം തൊലാക്ക് ചൊല്ലിയാ നിന്റെ ഭാര്യ നിനക്ക് അന്നസിയാണെങ്കിലോ 3 ലക്ഷം തൊലാക്കിതാ നൊന്ത് പ്രസവിച്ച ഉമ്മാടെ മുഖത്ത് നോക്കി പറഞ്ഞാലോ ആ പൊക്കിൽ കൊടിയുടെ ബന്ധം മുറിക്കാ നിനക്ക് കഴിയോല്ല. ലോകത്തേത് അതിനൂതനമായ ശാസ്ത്രക്രിയ ചെയ്താലും അള്ളാഹു നിന്റെ ഉദരത്തിൽ തന്ന ആ മാതാവിന്റെ മുദ്രയുണ്ടല്ലോ, നിന്റെ പൊക്കിൽ ചുഴിയുണ്ടല്ലോ, അതിനെ മായ്ച്ചു കളയാൻ സാധ്യമല്ല. അവരോട് ചെയ്യുന്ന പോലും പറയില്ലേ എന്ന് പഠിപ്പിക്കുമ്പോ, കാരുണ്യത്തിന്റെ ചിറക് താഴ്ത്തിക്കൊടുക്കണേ എന്ന് പറയുമ്പോ ആ ഉമ്മാടെ മനസ്സുണ്ടല്ലോ, അതങ്ങ് വേദനിച്ചുകൊണ്ടൊരു കണ്ണീര് താഴെ വീണു പോയാൽ ഇന്ന് നമ്മുടെ നാടുകളില് ആസിഡുകളുടെ രാജാവെന്ന് പറയുന്ന സൾഫ്യൂരിക് ആസിഡിനെക്കാളോ പവറുള്ള ഒന്ന് ലോകത്തുണ്ടെങ്കിൽ അത് മാതാവിന്റെ നോവുന്ന കണ്ണുനീരാ, ഒരു ഉമ്മാന്റെ നോവുന്ന കണ്ണുനീരാ. അത് വീഴ്ത്തല്ലേ എന്റെ പ്രിയമുള്ളവര്? അറിയോ നിങ്ങൾക്ക് ആ മാതാവിന്റെ മനസ്സ് പെട്ടെന്ന് വേവുന്നില്ലല്ലോ. തന്റെ മകന് ഇതാ ഒരു മാതാവിനെ കുത്തിക്കൊലപ്പെടുത്തുമ്പോ ആ കരള് പറിച്ചെടുത്തൊരു കുപ്പിയിലാക്കി മകൻ ഓടിയാലോ, ഒരു മരത്തിന്റെ വേര് തട്ടി താഴെ വീഴുമ്പോ ആ കുപ്പിയിലുള്ള കരള് പോലും ചോദിച്ചവത്ര മോനെ നിനക്ക് വേദനിച്ചോ? അതാണ് ഒരു മാതാവിന്റെ മനസ്സെന്ന.
അല്ലേ? നിങ്ങൾ ആലോചിച്ചോക്ക്, ഇത്രമാത്രം നമ്മളിൽ ശ്രദ്ധ ചെലുത്തുന്ന ഉമ്മാനെ അള്ളാന്റെ ഹബീബ് ഏറ്റവും ലോകത്ത് കടപ്പാടുള്ളത് ആരോടാണ്? ഉമ്മാനോട്. ഇങ്ങനെ അള്ളാന്റെ ഹബീബ് പറഞ്ഞ ഏതൊക്കെ നിസ്സാരമായ കാര്യം ഉണ്ടോ എന്ന് നമ്മൾ കരുതുന്ന പലതും ജീവിതത്തിൽ എത്ര റസൂലുള്ളാഹിനെ അനുസരിച്ചിട്ടുണ്ട് അല്ലേ? ഈ ലോകത്തോട് വിട പറയുമ്പോ നമ്മുടെ ഉമ്മയായ ആയിഷത്ത് സിദ്ദീഖ റളിയല്ലാഹു അൻഹയുടെ മടിത്തട്ടിയല് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കിടക്കുമ്പോ അവിടുന്ന് പറഞ്ഞില്ലേ, അസ്സലാ അസ്സലാ, നമസ്കാരത്തിന്റെ കാര്യമൊന്ന് ശ്രദ്ധിക്കണേ. എത്ര ശ്രദ്ധ ചെലുത്തി പ്രിയമുള്ളവരെ. അപ്പോ